ഹായ് എവരി വൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മൾ ഒരു പോപ്പുലേഷനാണ് തരുന്നത്, അതും അതിൻ്റെ സാമ്പിൾ പ്രൊപ്പോർഷനോ ആയിട്ട് ഈക്വൽ ആകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. രണ്ട് പോപ്പുലേഷൻ തരും, അവരുടെ പ്രൊപ്പോർഷൻസ് ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ടെസ്റ്റിംഗ് പ്രോസസ്സിലും 6 സ്റ്റെപ്സ് ഉണ്ട്, അതെല്ലാം സെയിം ആണ്. പിന്നെ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പിൽ മാത്രമാണ് ആ ഫോർമുലയിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമുക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസ് തമ്മിൽ ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന്, ആ ഫോർമുല എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് Z P1 - P2 ബൈ സ്റ്റാൻഡേർഡ് എറർ. SC എന്നവിടെ കൊടുത്തേക്കുന്ന സ്റ്റാൻഡേർഡ് എറർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് പോപ്പുലേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പ്രൊപ്പോർഷൻസിൻ്റെയും വാല്യൂ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ, കമ്പ്യൂട്ടഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് Z P1 - P2 ബൈ സ്റ്റാൻഡേർഡ് എറർ വേർ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ അതും ഓർത്ത് വെച്ചോണം. √P2 × 1/n1 + 1/n2 ആണ്. അപ്പം ഈ ടേംസ് എല്ലാം ഓർത്ത് വെച്ചോണം. നമ്മൾ നേരത്തെ കണ്ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് എറർ എന്തായിരുന്നു? √PQ/n എന്ന് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? P0 Q0/n ആയിരുന്നു. അപ്പോൾ അതെല്ലാം വാല്യൂസ് നമുക്ക് അറിയാമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്ന രണ്ട് പോപ്പുലേഷൻ്റെ സാമ്പിൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിലെ ഓരോ ടേംസും എന്താണെന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ ഓർത്തോണം. √PQ × 1/n1 + 1/n2 ആണ്. ഇനി ഇതിലെ ഓരോ ടേംസും നമ്മുടെ ഇസഡിൻ്റെ ഇക്വേഷനകത്ത് P1 ഉണ്ട്, P2 ഉണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് എററിനകത്ത് P ഉണ്ട്, Q ഉണ്ട്, N1 N2. ഈ ടേംസ് എല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി P1 എന്താ? P1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ, ഓക്കെ, ഫസ്റ്റ് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ, സാമ്പിൾ അല്ലെ പോപ്പുലേഷൻ, അതിൻ്റെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ P1 എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സാമ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനെ നമ്മൾ P1 എന്ന് പറയും. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് X1/n1 എന്നാണ്. നമ്മൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു P1 ആ പ്രൊപ്പോർഷൻ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എന്തെങ്കിലും ഒരു ആ പോപ്പുലേഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഇത്ര പേരുണ്ടാവും, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ സൈസാണ് നമ്മുടെ പ്രൊപ്പോർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവിടെ X1 എന്ന് പറയുന്നത് ആ പോപ്പുലേഷന്, ആ ഫസ്റ്റ് പോപ്പുലേഷനിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും, അത് സാറ്റിസ്ഫൈഡ് ആവുന്നവരുടെ എണ്ണമാണ് X1 എന്ന് പറയുന്നത്. അപ്പോൾ X1/n1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് പോപ്പുലേഷൻ്റെ സാമ്പിൾ സൈസ്, ഫസ്റ്റ് പോപ്പുലേഷൻ്റെ സൈസാണ് N1. അപ്പോൾ P1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനാണ്, ദാറ്റ് ഈക്വൽ ടു X1/n1 ആണ്. സിമിലർലി P2 എന്താണ്? സെക്കൻഡ് സാമ്പിൾ അല്ലെ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ, അതിനെ നമ്മൾ X2/n2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ X2 എന്ന് പറയുന്നത് ആ സെക്കൻഡ് പോപ്പുലേഷനിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരുടെ എണ്ണമാണ് X2 എന്ന് പറയുന്നത്. N2 എന്തായിരിക്കും? ആ സെക്കൻഡ് പോപ്പുലേഷൻ്റെ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ P1 ഉം P2 മനസ്സിലായാലും അത് രണ്ടും പ്രൊപ്പോർഷൻസ് ആണ്. ഫസ്റ്റ് സാമ്പിളിൻ്റെയും സെക്കൻഡ് സാമ്പിളിൻ്റെയും പ്രൊപ്പോർഷൻസ് ആണ് P1 ഉം P2. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എററിനകത്ത് നമുക്ക് ഏതൊക്കെ ടേംസാണ് ഉള്ളത്? Pയും Qയും ഒക്കെ ഉണ്ടല്ലേ. P എന്താ? P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് X1 + X2/n1 + N2. X1 എന്ന് പറയുന്ന ഫസ്റ്റ് പോപ്പുലേഷനിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരുടെ എണ്ണമാണ് X1. X2 എന്ന് പറയുന്നത് സെക്കൻഡ് പോപ്പുലേഷനിൽ ആ ക്യാരക്ടറിസ്റ്റിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരുടെ എണ്ണമാണ് X2. അപ്പോൾ X1 + X2/n1 + N2. N1 N2 അറിയാമല്ലോ, ഫസ്റ്റ് പോപ്പുലേഷൻ്റെ സെക്കൻഡ് പോപ്പുലേഷൻ്റെ സൈസസ് ആണ് N1 ഉം N2. ഓക്കെ, അപ്പോൾ P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. ദെൻ Q എന്ന് പറയുന്നത് എന്താ? 1 - P ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട P എന്ന് പറയുന്നത് ഒരു വാല്യൂ കിട്ടിയാൽ P + Q 1 ആണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ P + Q = 1 എന്നുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ Pയുടെ വാല്യൂ കിട്ടിയാൽ Q കണ്ടുപിടിക്കാനായിട്ട് 1 - P ചെയ്താൽ മതി. ഓക്കെ, ഇനി N1 ഉം N2 എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് അവിടെ എഴുതാഞ്ഞത്. N1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസും
N2 എന്ന് പറയുന്നത് സെക്കൻഡ് സാമ്പിളിൻ്റെ സൈസുമാണ് N1 N2. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് Z ഈക്വൽ ടു P1 മൈനസ് P2 ബൈ സ്റ്റാൻഡേർഡ് എറർ. ഫസ്റ്റ് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ മൈനസ് സെക്കൻഡിൻ്റെ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷനും ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ ഓരോ ടേംസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Okay, in a random sample of 300 men taken from a big city, 200 were found to be smokers. In another sample of 450 men from another big city, 225 are smokers. Is there any significant difference on the habit of smoking in two cities? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, രണ്ട് സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താ, സ്മോക്കേഴ്സ് എന്നുള്ളത് അല്ലേ. സ്മോക്കേഴ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് അവിടെ നടത്തുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് സിറ്റിയിൽ നിന്ന് ഒരു 300 മെന്നെ സെലക്ട് ചെയ്തിട്ട് അവർ നോക്കിയപ്പം 200 were found to be smokers. 200 പേര് സ്മോക്കേഴ്സ് ആണെന്ന് കിട്ടി ആദ്യത്തെ സിറ്റിയിൽ നിന്ന്. വേറൊരു സിറ്റിയിൽ നിന്ന് 450 പേരെ സെലക്ട് ചെയ്തപ്പം അവർക്ക് 225 ആൾക്കാരും എത്താന്ന് സ്മോക്കേഴ്സാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ചോദിച്ചേക്കുന്നത് ഈ രണ്ട് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻസ് തമ്മിൽ ഈസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഇൻ ടു സിറ്റീസ്. ഈ രണ്ട് സിറ്റിയിലും സ്മോക്കിംഗ് ഹാബിറ്റ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, സെയിം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോപ്പുലേഷൻ കിട്ടി. ആദ്യം ഒരു സിറ്റി ഉണ്ട്, അവിടുന്ന് ഒരു പോപ്പുലേഷൻ കിട്ടി. രണ്ടാമത് വേറൊരു സിറ്റി ഉണ്ട്, അവിടുന്ന് ഒരു പോപ്പുലേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ടെസ്റ്റിംഗ് ഓഫ് ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നോക്കാം, നമുക്ക് ഓരോന്നിൻ്റെ സാമ്പിൾ സൈസ്, ഓരോ ടേംസ് ആദ്യം എഴുതുക, അതെല്ലാം കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് കടന്നാൽ മതി. ഓക്കെ, അപ്പോൾ N1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പോപ്പുലേഷൻ്റെ സൈസ് അല്ല, ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസാണ്. അതെന്ന് പറയുന്നത് 300 അല്ലേ. 300-ൽ 200 ആയിരുന്നു സ്മോക്കേഴ്സ് ആവുന്നത്. അപ്പോൾ N1 എന്ന് പറയുന്നത് 300 ആണ്. ഇനി X1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് സാറ്റിസ്ഫൈഡ് ആവുന്ന ആൾക്കാരുടെ എണ്ണമാണ് X1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്മോക്കേഴ്സ് അല്ലേ. സ്മോക്കേഴ്സിനെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ X1 എന്ന് പറയുന്നത് 200. ഫസ്റ്റിൽ 300 300 പേരിൽ 200 പേര് സ്മോക്കേഴ്സ് ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ N1 300-ഉം X1 200-ഉമാണ്. ഇനി നെക്സ്റ്റ് അടുത്ത സിറ്റിയിൽ എത്ര പേരെ സെലക്ട് ചെയ്ത് 450 മെന്നെയാണ്. അപ്പോൾ N2 എന്ന് പറയുന്നത് 450 ആണ്. ആൻഡ് X2 അവിടെ 225 ആൾക്കാരാണ് സ്മോക്കേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ X2 എന്ന് പറയുന്നത് 225 ആണ്. ഇനി നമുക്ക് പ്രൊപ്പോർഷൻസ് കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനും സെക്കൻഡ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനും കണ്ടുപിടിക്കാം. P1-ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, X1 ബൈ N1 ആണ് അല്ലേ. P1 ഈക്വൽ ടു X1 ബൈ N1. അപ്പോൾ 200, X1 200 ആണ്, N1 300. അപ്പോൾ 200 ബൈ 300 ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ആൻഡ് P2 ഈക്വൽ ടു X2 ബൈ N2 ആണ്. സെക്കൻഡ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനാണ് X2 ബൈ N2 വിച്ച് ഇസ് ഈക്വൽ ടു 225 ബൈ 450 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് P1-ഉം P2 ഫസ്റ്റ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനും കിട്ടി, സെക്കൻഡ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷനും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷനകത്ത് റൂട്ട് ഓഫ് PQ ഇൻറ്റു 1/N1 പ്ലസ് 1/N2 ആയിരുന്നു. അപ്പോൾ Pയും Qയും കണ്ടുപിടിക്കണം. Pയുടെ ഇക്വേഷൻ അറിയാമല്ലോ, X1 പ്ലസ് X2 ബൈ N1 പ്ലസ് N2 ആണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ X1-ൻ്റെ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം 200 പ്ലസ് 225 ഡിവൈഡഡ് ബൈ 300 പ്ലസ് 450 വരും. ദാറ്റ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 17/30 എന്ന് കിട്ടും. അപ്പോൾ Pയുടെ വാല്യൂം കിട്ടി. ഇനി Q കണ്ടുപിടിക്കാമല്ലോ. Q ഈക്വൽ ടു 1 മൈനസ് P ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 17/30 വരും. ദാറ്റ് ഈക്വൽ ടു 13/30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷനകത്ത് വേണ്ട കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് എല്ലാ വേരിയബിൾസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ആസ് യൂഷ്വൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ സ്മോക്കിംഗ് ഹാബിറ്റ്സിൽ, ആ രണ്ട് സിറ്റിയിലെയും ആൾക്കാരുടെ ഇടയിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് H0 സെറ്റ് ചെയ്യുന്നത്? നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു there is no significant difference between the smoking habits of two cities. രണ്ട് സിറ്റിയിലെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് H0 എന്ന് പറയുന്നത്
P1 ഈക്വൽ ടു P2. രണ്ട് സാമ്പിളിൻ്റെയും പ്രൊപ്പോർഷൻസ് ഈക്വൽ ആണ് അല്ലേ. ഫസ്റ്റിൻ്റെ P1 ആയിരുന്നു, സെക്കൻഡിൻ്റെ P2 ആയിരുന്നു. അപ്പോൾ P1 ഈക്വൽ ടു P2 എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇനി H1 എന്താണ്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദർ ഈസ് significant difference between the smoking habits of two cities, that is P1 not equal to P2. രണ്ടും സെയിം അല്ല, ഡിഫറൻസ് ഉണ്ട് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവിടെ കമ്പയർ ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്, അത് രണ്ടും ഒരുപോലെ ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവ് എന്നൊന്നും ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നോട്ട് ഈക്വൽ ടു കൺസെപ്റ്റാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 ക്ലിയർ ആയല്ലോ. ഇനി സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആൽഫ ഈക്വൽ ടു 0.05 എന്ന് നമ്മൾ ചൂസ് ചെയ്യും. ഇനി സ്റ്റെപ്പ് 3 അറിയാം ഏത് ടെസ്റ്റാണ്, അത് ഏത് ടൈപ്പിൽ വരും. അപ്പോൾ നമുക്ക് അറിയാം ഇസഡ് ടെസ്റ്റാണ് നമ്മൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവരുടെ സാമ്പിൾ സൈസ് എബോവ് 30 ആണല്ലോ, 400ഉം 450ഉം 300ഉം ഒക്കെയാണ്. അപ്പോൾ സാമ്പിൾ സൈസ് എബോവ് 30 ആണ്. അപ്പോൾ എന്തായാലും ഇസഡ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി 1 tailed ആണോ 2 tailed ആണോ നോക്കണം. എങ്ങനെയാണ്? P1 നോട്ട് ഈക്വൽ ടു P2 എന്നാണ്, നോട്ട് ഈക്വൽ ടു ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും 2 tailed ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 3 ഇസഡ് ടെസ്റ്റും ആൻഡ് 2 tailed ടെസ്റ്റും നമ്മൾ ചൂസ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 4 നമ്മൾ എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 മൈനസ് P2 ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് PQ ഇൻറ്റു 1/N1 പ്ലസ് 1/N2 ആണ്. അപ്പോൾ Pയും Qയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? P എന്ന് പറയുന്നത് 17/30 ആയിരുന്നു, Q എന്ന് പറയുന്നത് 13/30 ആണ്. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് ഓഫ് 17/30 ഇൻറ്റു 13/30 ഡിവൈഡഡ് ബൈ 1/N1. N1 300 ആണ്, N2 450 ആണ്. അപ്പോൾ 1/300 പ്ലസ് 1/450. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.037 എന്ന് കിട്ടും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കിട്ടി 0.037. ഇനി നമ്മൾ ആ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. P1 എന്ന് പറയുന്നത് 2/3 ആണ്, P2 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2/3 മൈനസ് 1/2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയായിരുന്നു 0.037. അപ്പോൾ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.505 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ ഇനി സ്റ്റെപ്പ് 5 എന്താ വരുന്നത്? നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ്. 2 tailed ടെസ്റ്റാണ്, ഇസഡ് ടെസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് റോ നോക്കുക, 2 tailed ടെസ്റ്റിലെ 0.05 നോക്കുക. അപ്പോൾ നമുക്ക് 1.96 എന്ന് കിട്ടും. നമ്മളിപ്പം ഈ 2 tailedലെ 0.05ൻ്റെ വാല്യൂ നമ്മളിപ്പം കുറേ എടുത്ത് യൂസ് ചെയ്തു. അതിപ്പോൾ കാണാൻ എഴുതാം, ടേബിൾ നോക്കേണ്ട ആവശ്യമില്ല. 1.96 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ടേബിൾ വാല്യൂ 1.96 എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യണം അല്ലേ. അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. അപ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു? നമുക്കറിയാം കമ്പ്യൂട്ടഡ് വാല്യൂ 4.505 എന്ന് കിട്ടി. ടേബിൾ വാല്യൂ 1.96 ആണ്. 4.505 ഗ്രേറ്റർ ദാൻ 1.96 അല്ലേ. അപ്പോൾ എന്താണ്? ഇസഡ് കമ്പ്യൂട്ടഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ എന്ന് കിട്ടി. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? H0നെ റിജക്റ്റ് ചെയ്യും അല്ലേ. കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആവുന്ന കേസിലാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് H0നെ റിജക്റ്റ് ചെയ്തു. അതായത് H0നെ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1നെ അക്സെപ്റ്റ് ചെയ്യാമെന്ന്. ഓക്കെ, H0നെ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H1നെ അക്സെപ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതായത് എന്താണ്? അവരുടെ സ്മോക്കിംഗ് ഹാബിറ്റ്സിൽ ഡിഫറൻസ് ഉണ്ട്. H1 എന്ന് പറയുന്നത് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഓഫ് 2 cities. അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വാല്യൂ ഇങ്ങനെ കമ്പ്യൂട്ടഡ് വാല്യൂ ടേബിൾ വാല്യൂ വെച്ച് നോക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ കർവ് അങ്ങ് വരയ്ക്കുക. ഓക്കെ, നോർമൽ കർവിൽ നമുക്കറിയാലോ ഇതാണ് 0 വരുന്നത് അല്ലേ. ഇതാണ് 0, ഈ പോയിൻ്റ് 0 ആണ്. പിന്നെ നമ്മുടെ ടേബിൾ വാല്യൂ എന്താണ്? 1.96. അതെന്ന് പറയുന്നത് ഇവിടെ വരും. 2 tailed ടെസ്റ്റ് ആയതുകൊണ്ട് 2 എൻഡിലും വരും. അപ്പോൾ ഇവിടെ -1.96 വരും, പ്ലസ് 1.96 വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റീജിയണും ഇത്രയും പോർഷനാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ വരുന്നത്. ഓക്കെ, 2 tailed ടെസ്റ്റ് ആയതുകൊണ്ട് 2 സൈഡിലേക്കും നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കിട്ടുന്ന ടേബിൾ വാല്യൂവിന്.
അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു കമ്പ്യൂട്ടഡ് വാല്യൂ 4.505. അതെന്ന് പറയുന്നത് ഏകദേശം എവിടെ ആയിട്ടാണ് 1നേക്കാൾ കൂടിയ വാല്യൂ അല്ലേ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടേ വരത്തുള്ളൂ 4 പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പോർഷനിലാണ് കിടക്കുന്നത്? റിജക്ഷൻ റീജിയനിലല്ലേ. അപ്പോൾ എന്തായാലും H0 റിജക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഫിഗർ വരച്ച് നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ, പെട്ടെന്ന് കിട്ടാൻ ചാൻസ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഫിഗർ ആ സൈഡിലേക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കുക, അതായിരിക്കും നല്ലത്. ഇനി നെഗറ്റീവ്, അതായത് നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ നെഗറ്റീവ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ 2 ടൈലിൽ ടെസ്റ്റ് ആകുമ്പോൾ എന്താ, നമ്മൾ 2 എൻഡിലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 എൻഡിലേക്ക് നമ്മൾ ഈ കിട്ടുന്ന ടേബിൾ വാല്യൂവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫിഗർ വരച്ച് തന്നെ നോക്കുക, അതാണ് നല്ലത്. ഈ കമ്പാരിസണേക്കാൾ നല്ലത് ഫിഗർ വരച്ച് നോക്കുന്നതാണ്. ആ കമ്പാരിസൻ്റെ ഇക്വേഷൻ സ്റ്റെപ്പ് ഒഴിവാക്കിയാലും അതിന് പകരം ഈ ഫിഗർ വരച്ചിട്ട് അതിൽ നിന്ന് റിസൾട്ട് എടുത്ത് എഴുതിയാലും മതി. ഓക്കെ, ഇനി 1 ടൈൽഡ് ടെസ്റ്റാണ്. ഫിഗർ 2 ടൈപ്പിൽ വരും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. 1 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ P1 ലെസ് ദാൻ P2 എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നതെങ്കിൽ നമ്മുടെ റിജക്ഷൻ റീജിയൻ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂവിനെ ഈ സൈഡിൽ നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലോ, ഗ്രേറ്റർ ദാൻ എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മുടെ ടേബിൾ വാല്യൂവിനെ നമ്മൾ ഇത് 0 ആയിരിക്കും. P1 ഗ്രേറ്റർ ദാൻ P2 എന്നാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്കിൽ നമ്മുടെ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ കൊടുക്കുക, എന്നിട്ട് വേണം നിങ്ങളത് കമ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഈ കാര്യം. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ടെസ്റ്റിംഗ് ഓഫ് 2 പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് ഓരോ ടേംസും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് ഇക്വേഷൻ എഴുതാനും, ഇക്വേഷൻ കിട്ടിയാലും നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.